ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാൽ നിർമ്മിതമായ 108 ശിവാലയങ്ങളിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇതെന്നും പറയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ചരിത്രപരവും ഐതിഹ്യപരവുമായ നിരവധി സവിശേഷതകളുള്ള ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. കിരാതഭാവത്തിലുള്ള മഹാദേവനാണ്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് ഉമാമഹേശ്വരനായും വൈകിട്ട് കിരാതഭാവത്തിലും പൂജകൾ നടന്നു വരുന്നു. കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പ്രധാന സവിശേഷത ഏറ്റവും കൂടുതൽ ഉപദേവാലയങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ 2ാം സ്ഥാനം എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളമാണ് 1ാം സ്ഥാനം. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 12 ഉപദേവാലയങ്ങളാണ് ഉള്ളത്. അതിൽ 5ഉം ശിവൻ്റെ വിവിധ ഭാവങ്ങളിലുള്ള രൂപങ്ങളാണ്. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാർവതീശ്വരൻ, ശ്രീകണ്ഠൻ, ശ്രീശങ്കരൻ, വടക്കുംനാഥൻ, മൃത്യുഞ്ജയൻ എന്നീ 5 ഭാവങ്ങളിലുള്ളതാണ് ശിവൻ്റെ ഭാവങ്ങളായി ഇവിടെ ഉപദേവാലയങ്ങളുള്ളത്. കൂടാതെ മഹാവിഷ്ണു, ശാസ്താവ്, ഗണപതി, അന്നപൂർണ ദേവി, സുബ്രഹ്മണ്യൻ, ഗോശാലകൃഷ്ണൻ, നാഗരാജാക്കൾ എന്നീ ഉപദേവാലയങ്ങളുമുണ്ട്. പ്രധാന ശ്രീകോവിൽ 2 നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ശ്രീകോവിലിൻ്റെ തറയുടെ ഉയരക്കൂടുതലാണ്. ഒരാളുടെ ഒപ്പം പൊക്കമുള്ള തറയായതിനാൽ നമുക്ക് നേരെ നിന്ന് വിഗ്രഹം കാണുവാൻ സാധ്യമല്ല. 2-3 സ്റ്റെപ്പ് കയറി നിന്ന് വേണം ഭഗവാനെ ദർശിക്കുവാൻ. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രധാന ബലിക്കല്ല് വളരെ വലിപ്പം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലും മറ്റു തൂണുകളിലുമെല്ലാം ഭംഗിയാർന്ന കൊത്തുപണികൾ നിറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പറയുന്നത് പ്രശസ്തനായ മാർക്കണ്ഡേയൻ്റെ പിതാവും ഗുരുവുമായ ഭൃഗു മുനിക്ക് ഗംഗയിൽ കുളിക്കവേ കിരാതമൂർത്തിയുടെ രൂപം ലഭിക്കുകയും അത് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് ദൈവവചനം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഭൃഗു മുനി അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് കേരളത്തിലെത്തുകയും മാവേലിക്കരയ്ക്കടുത്ത് അച്ചൻകോവിലിനോട് ചേർന്ന സ്ഥലത്ത് വിഗ്രഹം അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് മുനി കണ്ടെത്തിയ ഊരിന് കണ്ടിയൂർ എന്ന സ്ഥലനാമം ലഭിക്കുകയും ചെയ്തു. 7 ഏക്കറോളം വരുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പണിതത് ശിവൻ്റെ ഭൂതഗണങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു മത്സരം ജയിക്കാനായി കള്ളം പറഞ്ഞ ബ്രഹ്മദേവൻ്റെ ശിരസ് മഹാദേവൻ തൻ്റെ ചെറുവിരൽ കൊണ്ട് അറുത്തെടുത്തത് കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപമാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇതിന് ഇവിടെ ശ്രീ കണ്ടിയൂർ എന്നറിയപ്പെടുന്നു. മഹാദേവനെ ശ്രീകണ്ഠൻ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. കായംകുളം രാജാവ് കണ്ടിയൂർ ക്ഷേത്രത്തെ തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ ആക്രമിച്ച് കണ്ടിയൂർ ക്ഷേത്രം തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തതായി ചരിത്രം പറയുന്നു. ഓടനാട് രാജാവും കായംകുളം രാജാവും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ യുദ്ധത്തിൽ തോറ്റ കായംകുളം രാജാവ് തൻ്റെ പടവാൾ കണ്ടിയൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ക്ഷേത്രത്തിൻ്റെ പിൻവാതിൽ വഴി
രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ പിൻവാതിൽ തുറക്കപ്പെടാതെ ആയെന്നും പറയപ്പെടുന്നു. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവവും കുംഭമാസത്തിലെ ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ചടങ്ങുകൾ. കൂടാതെ പ്രദോഷവും ഷഷ്ഠിവ്രതവും ഇവിടെ പ്രധാനമായി കാണപ്പെടുന്നു. കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഗജവീരനാണ് പ്രേംശങ്കർ. പ്രേംശങ്കർ ഇപ്പോൾ നീരുകാലത്തിന് കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഗജവീരനാണ് പ്രേംശങ്കർ. പ്രേംശങ്കർ ഇപ്പോൾ നീരുകാലത്തിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ നീരുകാലമാണ്. അതിനാൽ ഫ്രണ്ടിൽ നിന്നോ അടുത്ത് നിന്നോ ഒന്നും വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ അനുവാദമില്ല. ഇത് ഞാൻ സൈഡിൽ നിന്ന് ദൂരെ നിന്ന് ഫോക്കസ് ചെയ്തെടുത്താണ്. അതിനാൽ ക്ലാരിറ്റി കുറവുണ്ട്. അതിനാൽ അടുത്ത് നിന്നൊന്നും അനുവാദമില്ല. ഇത് ദൂരെ നിന്ന് മാറിയെടുത്താണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.